Welcome 7th standard children to your history class video. Now I am going to take the second lesson, that is new kings and kingdoms. That is your second history class. Now here in this first map itself you can see the map of India and you can see many kingdoms, that is Gujara, Pradiharas, Rashtrakutas, Palas, Cholas, Chauhans. ഇതൊക്കെയാണ് കിങ്ഡംസിൻ്റെ പേര്. പണ്ടത്തെ രാജകുമാര സാമ്രാജ്യം എന്ന് പറയാം, that kingdoms. So this was occurred when between 7th and 12th century, 7th and 12th centuries-ലാണ് ഇതൊക്കെ. Now we are in the 21st century അല്ലേ. Now the first one is the emergence of new dynasties. കണ്ട ഈ പുതിയ സാമ്രാജ്യമൊക്കെ എങ്ങനെയാണ് ഉണ്ടായത് അന്നത്തെ കാലം. Now I'll read out and I'll explain to you all. By the 7th century there were big landlords or warrior chiefs. അതായത് വലിയ ജമ്മികളൊക്കെ ഉണ്ടായിരുന്നു, ലാൻഡ് ലോർഡ്സ്, ജമ്മികൾ. അതേമാതിരി വാറിയർ ചീഫ്സ്, അതായത് ഈ യുദ്ധം ചെയ്യാൻ പറ്റിയ ക്ഷത്രിയ പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് റീജിയൻ ഓഫ് ദ സബ് കോണ്ടിനെൻറ്റ്. സോ വാട്ട് ഡിഡ് ദ കിങ്, അന്നത്തെ രാജാക്കന്മാർ എന്ത് ചെയ്തു, ഇവർക്കൊരു പ്രാധാന്യം പ്ലേസ് കൊടുത്തു, എ ബിഗ് പ്ലേസ് ഫോർ ദീസ് വാറിയേഴ്സ് ആൻഡ് ലാൻഡ് ലോർഡ്സ്. അതായത് വാറിയേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് യുദ്ധം ചെയ്തു തരും, ലാൻഡ് ലോർഡ്സ് ഓൾസോ. ആൻഡ് they were called as, these warriors and landlords, they were called as subordinate, അതായത് രാജാക്കന്മാരെ കീഴിലുള്ള ആൾക്കാർ, സമന്താസ്. ആ സമന്താസ് എന്ന് അവരെ വിളിക്കുക. So Samandas means these landlords and warrior chiefs under the kings. അന്നത്തെ കാലം രാജാക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ രാജാക്കന്മാർ ഇവർക്കാണ് പ്രാധാന്യം കൊടുത്തത്, ദീസ് ലാൻഡ് ലോർഡ്സിനും warrior chief, and they were called as subordinate or samandas. Now one thing, these landlords and warriors ഒക്കെ, warriors ആണെങ്കിൽ അവർക്ക് യുദ്ധം ചെയ്തു കൊടുക്കും, these landlords ഒക്കെ ഗിഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ രാജാക്കന്മാർക്ക് കൊടുക്കും. Now as അങ്ങനെ ഈ സമന്താസ് ഈ വാറിയേഴ്സും ലാൻഡ് ലോർഡ്സിനും അങ്ങനെ പവർ കൂടി, പവർ ആൻഡ് വെൽത്ത്. അതായത് ഈ രാജാക്കന്മാർ ഇവർക്ക് നല്ലൊരു സ്ഥാനമാണ് കൊടുത്തത്. ദിയർ പവർ ആൻഡ് വെൽത്ത് ഇൻക്രീസ്ഡ്. അപ്പം അവർ സ്വയം തന്നെ വിളിക്കാൻ തുടങ്ങി മഹാസമന്ത ഓ മഹാമണ്ഡലേശ്വര. കണ്ടോ, അവർക്ക് തന്നെ ഒരു വലിയൊരു സ്ഥാനം വരാൻ തുടങ്ങി, പവർ ആൻഡ് വെൽത്തും വരാൻ തുടങ്ങി. അങ്ങനെ അവർ സ്വയം തന്നെ മഹാസമന്ത ഓ ദ മഹാമണ്ഡലേശ്വര, അതായത് ദ ഗ്രേറ്റ് ലോർഡ് ഓഫ് ദ സർക്കുലർ റീജൻ. അങ്ങനെ അവർ സ്വയം അവർക്ക് പവർ ആൻഡ് വെൽത്ത് വരാൻ തുടങ്ങി. അങ്ങനെ ചില ഭാഗങ്ങളിലൊക്കെ ദേ ഓവർത്രൂ ദിയർ കിങ്സ്, അതായത് ഈ മഹാസമന്താസ് ഓവർത്രൂ ദിയർ കിങ്സ് പറഞ്ഞാൽ അവർ യുദ്ധം ചെയ്ത് അവിടുത്തെ രാജാക്കന്മാരൊക്കെ മറിച്ചിട്ടിട്ട് അവർ സ്വയം they formed a kingdom. One such is that is Rashtrakuta chief. Rashtrakuta chief ആണ് ഇങ്ങനത്തെ ഒരു രാജാവ്. അയാൾ ഒരു സമന്ത ആയിരുന്നു, ഒരു രാജാവിൻ്റെ കീഴിൽ. അയാൾ എന്ത് ചെയ്തു, he overthrew the king and he established his kingdom there. That is Rashtrakuta chief. But he was not they overthrew the Chalukya overlord. Chalukya ആയിരുന്നു അയാളെ രാജാവ്. ആൻഡ് പെർഫോംഡ് എ റിച്വൽ, അതായത് അയാൾക്ക് ഒരു രാജാവ് ആവാനുള്ള ഒരു ഇതില്ല. അയാളെന്ന് പറഞ്ഞ ഒരു വാറിയർ, ഒരു ലാൻഡ് ലോർഡ് ആയിരുന്നു. അങ്ങനെ അയാൾ ഒരു ഹിരണ്യഗർഭമായിട്ട് ഒരു യാഗ നടത്തിയിട്ട്, ആ ഹിരണ്യഗർഭ മീൻസ് ഒരു യാഗം ചെയ്യണം. ആ യാഗം ചെയ്തു കഴിഞ്ഞാൽ ആരാണ് ആ യാഗം ചെയ്യുന്ന അയാൾ ഒരു ബ്രാഹ്മണന്റെ സ്ഥാനമായി വരും. അയാൾ ബ്രാഹ്മണനായിട്ട് ജനിച്ചിട്ടില്ലെങ്കിലും to rebirth with the help of the brahmanasന്റെ സഹായത്തോടെ became a ക്ഷത്രിയ. ബിക്കോസ് അന്നത്തെ കാലമൊക്കെ ഈ ക്ഷത്രിയാസിന് രാജാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ലാൻഡ് ലോർഡും വാറിയർ ചീഫൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ലാൻഡ് ലോർഡ് എന്ത് ചെയ്തു, അയാൾ എന്ത് ചെയ്തു, ഒരു ഹിരണ്യഗർഭ എന്ന് പറഞ്ഞിട്ടൊരു റിച്വൽ ചെയ്തിട്ട്, അതായത് ബ്രാഹ്മണാസിൻ്റെ സഹായത്തോടെ, ബ്രാഹ്മണാസിനെ അറിയുള്ളൂ അന്നത്തെ കാലത്ത് മന്ത്രമൊക്കെ, അങ്ങനെ ചെയ്തിട്ട് എന്തൊരു സ്ഥാനമാണ് ഇയാൾക്ക് കിട്ടിയത്, ദ റീബർത്ത് ഓഫ് ദ സാസ് എ ക്ഷത്രിയ. ഒരു ക്ഷത്രിയ ആയിട്ട് വീണ്ടും ജനിച്ച
ഒരു അധികാരം കിട്ടും ഈ റിച്വൽ ചെയ്തു കഴിഞ്ഞാൽ, ഈവൻ ഇഫ് ഹി ഈസ് നോട്ട് വൺ ബൈ ബർത്ത്. സോ ദറ്റ് ഈസ് ഹിരണ്യ ഗർഭ, ദറ്റ് ഈസ് എ റിച്വൽ പെർഫോംഡ് ഈവൻ ദോ ഇഫ് ഹി ഈസ് നോട്ട് എ ക്ഷത്രിയ, റീബേർത്ത് ആയിട്ട് ക്ഷത്രിയ ആവാൻ പറ്റും. അങ്ങനത്തെ ഒരു റിച്വലാണത്. One such example is that Rashtrakuta chief, that is Danti Durga. Now he overthrew the Chalukya king എന്നിട്ട് അയാൾ അധികാരം സ്ഥാപിച്ചത്. In the other cases men from same way അതൊരു കേസാണ്. ക്ഷത്രിയ അല്ലെങ്കിലും ആ ഒരു റിച്വൽ ചെയ്തിട്ട് ക്ഷത്രിയ ആയിട്ട് രാജാവായിട്ട് ഭരിക്കുക. Then another case is that the Brahmanas also അവരും അങ്ങനെ ചെയ്തു. The Brahmanas means what? The Brahmanas എന്ന് പറഞ്ഞാൽ ഈ പൂജാരി അങ്ങനെയൊക്കെയാണ്, അവർക്ക് ഭരിക്കാനൊന്നും പറ്റൂല. ഈ ക്ഷത്രിയ മാത്രമാണ് ഭരിക്കുന്ന ഒരു ആൾക്കാർ. സോ സെയിം വേ another example that is ഗുജറാ പ്രതിഹാര ഹരിശ്ചന്ദ്ര, അവർ ബ്രാഹ്മണാസ് ആയിരുന്നു. അങ്ങനെ ആ ബ്രാഹ്മണാസ് അവരെ ആ ട്രഡീഷണൽ പ്രൊഫഷൻ മീൻസ് അവരെ പ്രൊഫഷനൊക്കെ വിട്ടിട്ട് അവരും തുടങ്ങി ഒരു രാജാവായിട്ട് ഭരിക്കാൻ, എസ്റ്റാബ്ലിഷിംഗ് കിങ്ഡം ഇൻ കർണാടക ആൻഡ് രാജസ്ഥാൻ. സോ ഇങ്ങനെ കുറേ ബ്രാഹ്മണാസ് രാജാക്കന്മാരായി, ക്ഷത്രിയ അല്ലാത്ത ആൾക്കാർ റിച്വൽ ചെയ്തിട്ട് ക്ഷത്രിയ ആയിട്ട് രാജാവായി. അങ്ങനെയാണ് ഒന്ന്. ദറ്റ് ഈസ് വൺ ഈസ് രാഷ്ട്രകൂട്ട എംപയർ ആൻഡ് ദ അതർ വൺ ഈസ് ഗുജറാ പ്രതിഹാര. ഈ കിങ്ഡം ഒക്കെ ഇങ്ങനെയാണ് ഉണ്ടായത്. Now the next one is what? Administration in the kingdom. Administration എന്ന് പറഞ്ഞാൽ എങ്ങനെ അവർ മേൽനോട്ടം ചെയ്തത് in the kingdom. Now you know new kings, അങ്ങനെ പുതിയ രാജാക്കന്മാരൊക്കെ വന്ന് സൗണ്ടിങ് ടൈറ്റിൽ സച്ച് ആസ് മഹാരാജ, അധിരാജ. അവരുടെ ടൈറ്റിലാണ് മഹാരാജ, അധിരാജ, ദാറ്റ് ഈസ് ഓവർലോർഡ് ഓഫ് ദ കിങ്, അല്ലെങ്കിൽ ത്രിഭുവന ചക്രവർത്തിൻ, ത്രിഭുവന ചക്രവർത്തിൻ. ഇതൊക്കെയാണ് രാജാക്കന്മാർ സ്വയം എടുത്ത ടൈറ്റിൽ പേരുകൾ. ദാറ്റ് ഈസ് ലോർഡ് ഓഫ് ദ 3 വേൾഡ്. ത്രിഭുവന ചക്രവർത്തിൻ മീൻസ് 3 ലോകത്തെ രാജാവ്. അപ്പോൾ അങ്ങനത്തെ ടൈറ്റിലൊക്കെയാണ് രാജാക്കന്മാർ എടുത്തത്. ഹൗവർ ഇൻ സ്പൈറ്റ് ഓഫ് സച്ച് ക്ലെയിം they often shared power with their samandas. എന്നാലും അവർക്ക് സമന്താസ് ഉണ്ടായിരുന്നു, സബോർഡിനേറ്റ് ഉണ്ടായിരുന്നു, to look after them, to fight the battles and all. Now as well as with so അവർക്ക് വേറെ ആൾക്കാരായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു, these rulers, peasants, farmers, traders, brahmanas ഒക്കെ ആയിട്ട്. Now you know that in those days അവർക്ക് ഈ റിസോഴ്സ് സാധനങ്ങളൊക്കെ എവിടുന്നാണ് കിട്ടുന്നത്? ഫ്രം പ്രൊഡ്യൂസേഴ്സ് ലൈക്ക് പെസന്റ് ഫാമേഴ്സിൽ നിന്ന്, കാറ്റിൽ കീപ്പേഴ്സ്, ആർട്ടിസൻസ് മീൻസ് ഈ ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്നവർ, ആശേരി, പോട്ടേഴ്സ്, അതൊക്കെയാണ് ആർട്ടിസൻസ്. അപ്പോൾ അവരിൽ നിന്ന് ആണ് ഇവർക്ക് റിസോഴ്സസ് കിട്ടിയത്. അത് മാത്രമല്ല, ദേ വർ കമ്പൽഡ് ടു സറണ്ടർ വാട്ട് ദേ പ്രൊഡ്യൂസ്ഡ്. ഈ ആർട്ടിസൻസ്, ഈ ഫാമേഴ്സ്, പിന്നെ കൂടാതെ ഈ കാറ്റിൽ കീപ്പേഴ്സ്, അവർക്കൊക്കെ എന്താ കിട്ടുന്ന അതിൻ്റെ ഒരു ഭാഗം ദേ ഹാവ് ടു ഗിവ് ദ കിങ്സ്. അന്നത്തെ കാലം അങ്ങനെ രാജാക്കന്മാർക്ക് കൊടുത്തോളണം. ദാറ്റ്സ് എ മസ്റ്റ്. Now sometimes they were claimed as rent due to a lord who has said, അതേമാതിരി അവർ കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ഓണറാണെന്നുള്ള അധികാരത്തിൽ അതിൻ്റെ ഒരു ഭാഗം തന്നെ അവർക്ക് കൊടുക്കണം. എന്താണ് അവർ വാട്ട് ദേ ആർ പ്രൊഡ്യൂസിങ് ഇൻ ദറ്റ് ലാൻഡ്, ദറ്റ് പാർട്ട് ഓൾസോ ദേ ഹാവ് ടു ഗിവ് ടു ദ കിങ്. അങ്ങനെയാണ് ഈ കിങ്സിന് വരുമാനം കിട്ടിയത്. ഇങ്ങനെയൊക്കെ ഈ വിധത്തിൽ ഫ്രം ഫാമേഴ്സ്, ഫ്രം കാറ്റിൽ കീപ്പേഴ്സ്, ഫ്രം ആർട്ടിസൻസ്, ഇവരിൽ നിന്നൊക്കെ ഒരു ഭാഗം ഈ കിങ്സിന് കൊടുക്കണം. Now what did the king do with these things and all? അവർക്ക് ഈ കിട്ടുന്നതിനെ കൊണ്ട് എന്താ അവർ ചെയ്തത്? അത് അവർ ദേ കൺസ്ട്രക്റ്റഡ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ, കോട്ട കെട്ടാനും, ഇൻ ഓർഡർ ടു ബിൽഡ് ടെമ്പിൾസ്, കിങ്സ് എസ്റ്റാബ്ലിഷ്മെന്റ്, പാലസ്, കൊട്ടാരം, അതിനൊക്കെ പണി ചെയ്യാനൊക്കെയാണ് ഈ റിസോഴ്സസ് ഉപയോഗിച്ചത്. എങ്ങനെ കിട്ടിയത്? ഫ്രം ദ ഫാമേഴ്സ്, ഫ്രം ദ കാറ്റിൽ കീപ്പേഴ്സ്, ഫ്രം ദ ആർട്ടിസൻസ്, പിന്നെ കുറേ സ്ഥലത്തിൽ നിന്ന് നികുതി, അതൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് വാട്ട് ഡിഡ് ദേ ഡു ദിസ് മണി, ഈ റിസോഴ്സ് എന്താ ചെയ്തത്? ദീസ് കിങ്സ് ഇൻ ഓർഡർ ടു ടു കൺസ്ട്രക്ട് ദിയർ ടെമ്പിൾസ്, ഫോർട്ട്സ് ആൻഡ് കിങ്ഡം. ആൻഡ് ഓർഡർ ടു ഫൈറ്റ് വാർസ് ഓൾസോ, യുദ്ധം ചെയ്യാനും ചെലവുണ്ടല്ലോ, ഫോർ ഫൈറ്റ് വാർസ്. ഫോർ ഓൾ ദീസ് ദ കിങ്സ് യൂസ് ദീസ് റിസോഴ്സസ്. നൗ നെക്സ്റ്റ് ഇസ് വാട്ട്? Prashastis and land grants. The next one is what? That is what? Administration.
I explained to you all. Next is what? Prashastis. Prashastis and land grants. Now Prashastis mean the Brahmanas were called Prashastis. Why these Brahmanas are called Prashastis? Because they used to write, they know the language Sanskrit, I told you all. They used to write about the king. Rajakamara പ്രവൃത്തിയും അവരെ പുകഴ്ത്തിയും ഒക്കെ ഈ ബ്രാഹ്മണാസ് എഴുതാൻ തുടങ്ങി. They were called as Prashastis. Learned Brahmanas, learn mean നല്ല അറിവുള്ള ബ്രാഹ്മണാസ് ആണ് ഇത് എഴുതിയത്. So the king often അങ്ങനെ ഈ ബ്രാഹ്മണാസ് ആണ് ഈ റെക്കോർഡ് ഉണ്ടാക്കിയത് about the kings and all. So ആ തിരിച്ചിട്ട് രാജാക്കന്മാർ എന്തായി ബ്രാഹ്മണാസിന് കൊടുക്കുക? grants of land, ഓരോ സ്ഥലം കൊടുക്കും. And that they recorded on copper plate. അതായത് എന്തൊക്കെ സ്ഥലം കൊടുക്കുന്നത് അതൊക്കെ ഒരു കോപ്പർ പ്ലേറ്റ്, ചെമ്പിൻ്റെ പ്ലേറ്റിനകത്ത് അത് എഴുതി വെക്കും. ദാറ്റ്സ് വാട്ട് ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ ദ കോപ്പർ പ്ലേറ്റ്സ്. ഈ കോപ്പർ പ്ലേറ്റ്സ് വേർ ദ പ്ലേറ്റ്സ് they granted to the Brahmins by the king. Why they granted these copper plates and land and all? ഏത് ലാൻഡാണ് കൊടുക്കുന്ന ബ്രാഹ്മിൻസിന് അതിൻ്റെ റെക്കോർഡൊക്കെ ഈ കോപ്പർ പ്ലേറ്റ്സിൻ്റെ മേലെ ഉണ്ടാവും. ബൈ ബിക്കോസ് ബ്രാഹ്മിൻസ് റോട്ട് അബൌട്ട് ദ കിങ്സ്. അവരെ പറ്റിയിട്ടൊക്കെ എഴുതി, അവരെ എന്താ വാസ് എന്തൊക്കെ യുദ്ധം നേടിയ യുദ്ധത്തിനെ പറ്റിയിട്ടൊക്കെ ഇവർ എഴുതി. അതിൻ്റെ പകരമായിട്ടാണ് ദ കിങ്സ് ഗേവ് ദീസ് ബ്രാഹ്മിൻസ് ദീസ് ലാൻഡ്. അപ്പോൾ അതിൻ്റെ രേഖകളൊക്കെ on this copper plate you can see in that page. So that much I have taken. So far you all read and the rest I will continue in the next class. Okay children, thank you.